പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ക്രിസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളാണ്. ഏപ്രിൽ 9 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണല്ലോ നമ്മൾ. പാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ അഷറഫ് കൊറ്റാല സാറുമായി ഒരു ചെറിയ അഭിമുഖം ഒരുക്കിയിരിക്കുകയാണ്. സാർ, ഇപ്പോൾ ഏപ്രിൽ 9 നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പിന്റെ ചൂടിലൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, എന്താണ് നിയമസഭാ തിരഞ്ഞെടുപ്പ്? എന്താണ് അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ ഭരണം നടത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നുള്ളത് ഭരണാധികാരികൾ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയാണ് സംസ്ഥാന നിയമസഭകളിലേക്കും അതേപോലെ തന്നെ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്കും ഓരോ 5 വർഷം കഴിയുമ്പോഴും പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഒരു പ്രതിനിധിയെ വീതം കേരളത്തിലെ വോട്ടർമാർ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുത്ത് അയക്കുന്നു. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. സർ, തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏത് സ്ഥാപനമാണ്? അതിൻ്റെ പങ്കെന്താണ് ആ സ്ഥാപനത്തിൻ്റെ? ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് സ്റ്റാറ്റ്യൂട്ടറി പദവിയുള്ള ഭരണഘടനാ പ്രകാരം നിർമ്മിക്കപ്പെട്ട സ്ഥാപനമാണ്. അതിനൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതേപോലെ തന്നെ 2 കമ്മീഷണർമാരും ഉണ്ടാകും. അവർ കൂടി ചേർന്ന ആ സമിതിയാണ് ഇത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അവരുടെ കീഴിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായി സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സമിതിയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ഇതൊരു സ്വതന്ത്ര അധികാരമുള്ള ഒരു ബോഡിയാണ്. അതിൽ ഇടപെടാൻ ആർക്കും എന്തില്ല, അധികാരമില്ല. സാർ ഇപ്പോൾ പറഞ്ഞു ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണെന്ന്. അപ്പോൾ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, 2 തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ തിരഞ്ഞെടുപ്പുണ്ട്. അങ്ങനെ 3 തിരഞ്ഞെടുപ്പുകൾ നമ്മൾ ഓരോ 5 വർഷം കഴിയുമ്പോൾ കാണും. അതിൽ നമ്മളിപ്പം ഈ 9-ാം തീയതി നടക്കാൻ പോകുന്നത് സ്റ്റേറ്റ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിന് പിന്നെ പ്രാരംഭമായിട്ട് എന്ത് ചെയ്തു? വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ വോട്ടർമാരുടെ ആരൊക്കെയാണ് വോട്ടർമാരെന്ന് കൃത്യമായ ഒരു എഴുതപ്പെട്ട രേഖ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. വരുന്ന ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. ഈ വോട്ടർ പട്ടികയിൽ ആരൊക്കെയാണ് പേരുള്ളത് അവർക്കാണ് എന്ത് ചെയ്ത് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇലക്ഷൻ്റെ മറ്റു ഘട്ടങ്ങളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ കടക്കും. അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന് അത് ഏത് രൂപത്തിൽ എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കും. അതിൻ്റെ സമയവും കാലമൊക്കെ വെച്ചുകൊണ്ട്. സർ, ഇപ്പോൾ പറഞ്ഞല്ലോ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സംവിധാനം? ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ട് അതിൽ 21 വയസ്സ് പൂർത്തിയായ ആൾക്കാർക്കായിരുന്നു വോട്ടവകാശം ഉണ്ടായിരുന്നത്. പിന്നീട് ഭരണഘടന ഭേദഗതി ചെയ്ത് ഇപ്പം നിലവിൽ 18 വയസ്സ് പൂർത്തിയായ ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്യാം. പക്ഷേ 18 വയസ്സ് പൂർത്തിയായത് കൊണ്ട് മാത്രം വോട്ട് ചെയ്യാൻ പറ്റില്ല. അതിനാണ് വോട്ടർ പട്ടിക വെക്കുന്നത്. അപ്പോൾ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം ഇലക്ഷൻ കമ്മീഷൻ കാലാകാലങ്ങളിലായി അതിൻ്റെ സമയം വരുമ്പോൾ ജനങ്ങളെ അറിയിക്കും. അറിയിച്ചിട്ട് പിന്നെ വോട്ടർ പട്ടിക പുതുക്കും. അങ്ങനെ പുതുക്കിയിട്ട് എന്ത് ചെയ്യും? 18 വയസ്സായ ആൾക്കാരെ മുഴുവൻ വോട്ടർ പട്ടികയിൽ ഉൾക്കൊള്ളിക്കും. സർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് വലിയ സങ്കീർണമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുണ്ട്. കാരണം നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നത് ഏതൊരു പൗരനും ഭയാശങ്ക കൂടാതെ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കാരണം ജനാധിപത്യം അങ്ങനെ ആയാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. കാരണം എൻ്റെ അഭിപ്രായം ഞാൻ കുറേ ആൾക്കാരുടെ മേൽ, ഒരു സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് എൻ്റെ അഭിപ്രായത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യം വിജയിക്കില്ല. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും അത് പ്രകടിപ്പിക്കാനും അതോടൊപ്പം തന്നെ അത് നടപ്പിൽ വരുത്താനുമുള്ള ഒരു അവകാശം കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് ഭയാശങ്ക കൂടാതെ ഏതൊരാൾക്കും ഇതിൽ പങ്കാളികളാകാനുള്ള ഒരു അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടുതലും ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യുന്ന കാലമാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ
EVM അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ആശങ്കകളും എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ 1952 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 51 അവസാനവും 52 ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ പല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അടുത്തുണ്ടായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതാണ്. അതിനു മുമ്പ് നമ്മൾ അവലംബിച്ചിരുന്നൊരു മാതൃക എന്നുള്ളത് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങളുണ്ടാകും. അപ്പോൾ അവർക്ക് സ്ഥാനാർത്ഥികളുണ്ടല്ലോ, ആ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം കൊടുക്കും, സ്ഥാനാർത്ഥികളുടെ പേരുണ്ടാകും. അത് പ്രിൻ്റ് ചെയ്ത ഒരു പേപ്പറുണ്ട്, അതിൻ്റെ പേരാണ് ബാലറ്റ് പേപ്പർ എന്നാ പറയുക. ആ ബാലറ്റ് പേപ്പറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിലോ സ്ഥാനാർത്ഥിയുടെ പേരിലോ കള്ളിയിൽ എന്താണ് സീൽ ചെയ്തിട്ട് അത് മടക്കി ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. അതായിരുന്നു നിങ്ങൾ മുദ്ര കേട്ടിട്ടുണ്ടാവും. പിന്നെ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ സീല് കയ്യിൽ കിട്ടുമ്പോൾ സീലടി ഇന്ന ചിഹ്നത്തിന് പറഞ്ഞിട്ട് എന്താണ് അന്ന് അങ്ങനെയാണ് എന്ത് ചെയ്തത്, ജനങ്ങളെ വോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിരുന്നത്. കാരണം സീല് ചെയ്തിട്ട് അവരുദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ ചിഹ്നത്തിനോ സീൽ ചെയ്ത് അത് മടക്കി ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കും. അതായിരുന്നു വർഷങ്ങളോളം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പം EVM എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ടർമാർ ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും എന്ത് ചെയ്യും ആ വോട്ടിംഗ് മെഷീനിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ വോട്ടിംഗ് മെഷീനിൽ നമ്മൾ പേരൊക്കെ വിളിച്ചു കഴിഞ്ഞ് വോട്ടിംഗ് മെഷീനിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വോട്ട് ചെയ്യുന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ ഈ വോട്ടിംഗ് മെഷീൻ ഉണ്ടാകും. അതിൽ സ്ഥാനാർത്ഥിയുടെ പേരുണ്ടാകും, എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ചിഹ്നം. അവിടെ നമ്മൾ ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് വോട്ടായി കഴിഞ്ഞു. അതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. എന്ന പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇപ്പോൾ നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്നുള്ളത് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാമെന്നുള്ളതാണ്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇപ്പോൾ വോട്ടിൽ തിരഞ്ഞെടുപ്പിൽ കുറേ സ്ഥാനാർത്ഥികളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക്, നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം. പക്ഷേ വേറൊരു കൂട്ടരുണ്ട്, ഈ ഒറ്റ സ്ഥാനാർത്ഥികളെ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ വരണമെന്നില്ല. കാരണം ചിലപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പറ്റാത്തത് കൊണ്ട് ഇലക്ഷന് പോളിംഗ് ബൂത്തിലേക്ക് പോകാതിരിക്കരുത്. അവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. അപ്പോൾ അവർക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. ഈ മുകളിൽ പറഞ്ഞ ആരെയും എനിക്കെന്താണ് താല്പര്യമില്ല, എന്നാലും ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകുന്നു എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി എന്താണ് വോട്ടിങ്ങിൽ പങ്കെടുക്കുക. അപ്പോൾ അവർക്ക് നോട്ട നൺ ഓഫ് ദി എബോവ്, മുകളിൽപ്പെട്ട ആരെയും അല്ല എന്ന് പറഞ്ഞിട്ട് ഈ വോട്ട് ഒരിക്കലും എന്താണ് ഈ സ്ഥാനാർത്ഥികളുടെ ജയപരാജയത്തെ ചിലപ്പോൾ എന്ത് ചെയ്യും, പിന്നെ സ്വാധീനിക്കും. കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് നോട്ടയിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാവരെയും ഈ പ്രക്രിയയിൽ ഭാഗവാക്കാവുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ അതുകൊണ്ട് എന്ത് ചെയ്ത് ഉദ്ദേശിക്കുന്നത്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു അവസരം എല്ലാവർക്കും കൊടുക്കും. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യങ്ങളുണ്ടോ? അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും എന്ത് ചെയ്യണം, പോളിംഗ് ബൂത്തിൽ വരണം. അപ്പോൾ അവിടെ വരാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് അതിൻ്റെ സൗകര്യം എന്ത് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിടുന്നുണ്ട്. അതിൽ വോട്ട് ചെയ്യാൻ ചില ആൾക്കാർക്ക് കണ്ണ് കാണാത്ത ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ പിന്നെ ഈ എഴുത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും, സ്വതന്ത്രമായിട്ട് നടന്ന് വന്ന് പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് കൂടി അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കണം. അപ്പം അതിനുവേണ്ടി ആണ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തത്, ഇവർക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത് ഓപ്പൺ വോട്ട് സമ്പ്രദായമുണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകമായി ക്യൂ കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. ഇനി ക്യൂവിലൊന്നും നിൽക്കാതെ നേരിട്ട് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പം അതിലും മാറി. ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വീടുകൾ വന്ന് 85 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്താണ് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നമ്മുടെ മണ്ഡലത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഭിന്നശേഷിക്കാരുണ്ട്, 85 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ട്. 85 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വന്നിട്ട് അവർക്കൊരു 7D എന്ന് പറയുന്നൊരു ഫോമുണ്ട്. ആ ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ എന്താണ് അവർക്ക് വോട്ടവകാശം ലഭിക്കും. അവർക്ക് എന്താണ് സ്വന്തം വീടുകളിൽ നിന്ന് എന്താണ് അത് ബാലറ്റ്, നോർമൽ ബാലറ്റ് പേപ്പറാണ്. നേരത്തെ പറഞ്ഞ EVM അല്ല, ബാലറ്റ് പേപ്പർ കൊടുക്കും. ആ ബാലറ്റ് പേപ്പറിൽ എന്താണ് അവർക്ക് വോട്ട് ചെയ്യാം. വോട്ട് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ അവർക്ക് ആരെങ്കിലും ഒരു പ്രോക്സി വേറെ ആളെ ചുമതലപ്പെടുത്താം. അതും ഇവർക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ്. ഇപ്പോൾ നമ്മൾ EVM
ടൈമിനെ പറ്റിയിട്ടും വോട്ടിംഗ് മെഷീനെ പറ്റിയിട്ടും മൊത്തത്തിലെല്ലാം പറഞ്ഞല്ലോ. ഉം. ഇനി ഒരു MLA പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? ആ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന ആൾക്കാർ ഇപ്പോൾ നിയമസഭയിലേക്കാണെങ്കിൽ അതാണ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആളെയാണ് നമ്മൾ MLA എന്ന് പറയുന്നത്. എന്താണ്? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. പാർലമെൻറ്റിലാണെങ്കിലോ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, MP അല്ലേ? MP MLA. അപ്പോൾ ഈ MLA സംസ്ഥാന മൊത്തം നമ്മുടെ കേരള സംസ്ഥാനത്തെ ഭൂമിശാസ്ത്രപരമായ ജനസംഖ്യയൊക്കെ അടിസ്ഥാനം ബേസ് ചെയ്തുകൊണ്ട് നിയോജക മണ്ഡലങ്ങളെ തിരിച്ചിട്ടുണ്ട്. കേരളത്തിൽ എത്ര നിയോജക മണ്ഡലങ്ങളുള്ളത്? 140 നിയോജക മണ്ഡലങ്ങളുണ്ട്. നാദാപുരം അതിൽ ഒന്നാണ്. ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് MLA. ഇവരുടെ പ്രധാന ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ പങ്കാളിക എന്നുള്ളതാണ്. സർ, ഈ ജൈവരാജ്യങ്ങളിൽ നിഷ്പക്ഷ വോട്ടുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഒന്നുകിൽ പാർട്ടി അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണി, അവർ തമ്മിലാണ് മത്സരം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ UDF, LDF, അതേപോലെ തന്നെ NDA, ഇങ്ങനെ. എന്നാൽ ഇതിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. പലപ്പോഴും ഈ ചില തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പാർട്ടി വോട്ട് മാത്രമല്ല, ഇങ്ങനെ ഇത്തരം, അതായത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പ്രത്യേകമായ ഒരു പാർട്ടിയോട് കൂറോ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ സ്ഥാനാർത്ഥിയുടെ ഗുണമേന്മകൾ അവർ പരിഗണിക്കും. അതേപോലെ തന്നെ നിലവിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് അവർ ആലോചിക്കും. അങ്ങനെയുള്ള അഭിപ്രായമുള്ള ആൾക്കാർ അവരാണ് നിഷ്പക്ഷർ എന്ന് പറയുന്നത്. ഒരു പക്ഷത്തോടും ഒന്നുകിൽ UDF-നോടോ LDF-നോടോ NDA-നോടോ ആരോടും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അതിലൊന്നും ഭാഗമാക്കാത്ത ആൾക്കാർ. അങ്ങനെയുള്ള കുറേ ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ നിഷ്പക്ഷമതികളായ ആൾക്കാരുടെ വോട്ടിനൊരു പ്രാധാന്യമുണ്ട്. കാരണം അവർ എങ്ങോട്ടാണ് പോകുന്നത്. കാരണം പല മണ്ഡലങ്ങളിലും നമുക്കറിയാം ചെറിയ മാർജിനിലാണ് സ്ഥാനാർത്ഥി ജയിക്കുന്നത്. 1000 വോട്ടിന്, 2000 വോട്ടിന്, 3000 വോട്ടിനൊക്കെ ജയിക്കുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം നിഷ്പക്ഷമതികളായ ആൾക്കാരുടെ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഗുണമെന്നുള്ളത് പലപ്പോഴും നല്ല കാൻഡിഡേറ്റിനെയാണ് എന്ത് ചെയ്യുക, അവർ ലക്ഷ്യം വെക്കുക. വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശമാണോ അല്ലെങ്കിൽ കടമയാണോ? അല്ലെങ്കിൽ സാറിനെന്ന് ഞങ്ങളോട് പറയാനുള്ളത്? വോട്ടിങ്ങിൽ, ജനാധിപത്യത്തിൽ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകുമ്പോഴാണ് ജനാധിപത്യം എന്ത് ചെയ്തത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. കുറച്ചാൾക്കാർ മാത്രം അതിൽ പങ്കെടുത്താൽ പറ്റില്ല. അപ്പോൾ വോട്ടിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് കടമയാണ്, അതോടൊപ്പം അവകാശമാണ്. രണ്ടുമാണ്. നമ്മൾ ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് ആ രാജ്യത്തെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ ഈ അഭിമുഖത്തിലൂടെ നമുക്ക് മനസ്സിലായി. കൂടാതെ സാറിൻ്റെ നല്ല അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ സാധിച്ചു. ഇനിയും സാറിന് ഇതുപോലെയുള്ള നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയട്ടെ.